മറുവശത്ത് സതീഷിനെതിരെ വിമർശനങ്ങൾ ഉയർത്തുന്നുമുണ്ട്. അത് സതീശിന്റെ കയ്യിരിപ്പിന്റെ കൊണ്ടാണ്. സതീശൻ ഒരു അഹങ്കാരത്തിന്റെ ആൾരൂപമല്ലേ. ഇതൊന്നും ആലോചിച്ച് നോക്കുക. ഇപ്പൊ KPCC പ്രസിഡന്റ് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ ആ മൈക്ക് മേടിച്ചിട്ട് സ്റ്റേജ് വെച്ച് തന്നെ അത് എതിര് പറയണമെന്ന് ഞാൻ കേട്ടിട്ടുള്ളതാണ്. എനിക്ക് വയസ്സ് 10-52 ഇതിനുള്ള ഒരുപാട് KPCC പ്രസിഡന്റുമാരൊക്കെ ഉണ്ട്, പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ ഉണ്ട്. ഇത്തരം തറപറ പറയുന്ന നിലവാരമില്ലാത്ത, പരോക്ഷമായിട്ട് ഒരു ബഹുമാനമില്ലാതെ സംസാരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിന് ഞാൻ കേട്ടില്ല. KPCC പ്രസിഡന്റ് പറയുന്ന അങ്ങേക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ ഇത്തരത്തിൽ വിമർശനങ്ങൾക്ക് അധികാരമോഹി എന്ന് പറയാൻ പാടില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അത് ആരും KPCC പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ വിനയം കൊണ്ട് പറഞ്ഞാണ്. അദ്ദേഹം ഇതിനകത്ത് നിന്ന് എന്തുമാത്രം വേദന അനുഭവിക്കുന്നു എന്ന് എനിക്കറിയാം. ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ക്രൂരമായ സമീപനങ്ങളും അദ്ദേഹത്തെ കൊച്ചാക്കിക്കൊണ്ടുള്ള പറച്ചിലുകളെല്ലാം അയാളുടെ പ്രായം കൊണ്ടും പക്വത കൊണ്ടും വളരെ ക്ഷമിക്കുന്നു. അദ്ദേഹത്തിന് വിനയം കൊണ്ട് പറഞ്ഞു എന്നുള്ളതല്ലാതെ ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന് വളരെ വേദനയും പ്രയാസമുണ്ട്. ഈ KPCC പ്രസിഡന്റ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിന് ഒരു അംഗീകാരം കൊടുക്കുന്നുണ്ടോ? പ്രതിപക്ഷ നേതാവല്ലേ, ഞാനാണ് രാജാവും രാജ്യവും എല്ലാം എന്നുള്ള ഭാവത്തിലല്ലേ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത്. KPCC പ്രസിഡന്റിന്റെ മൂലയിലെത്തിക്കൊണ്ടല്ലേ, ഒതുക്കിക്കൊണ്ടല്ലേ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയത്. അത് അങ്ങനെ പോകുന്നതെന്ന് ഒരിക്കലും KPCC പ്രസിഡന്റിന് സമ്മതിക്കാനൊക്കെ അല്ല, അത് സ്വാഭാവികമാണ്. പക്ഷെ നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം ആ സത്യം. താങ്കൾ VD സതീശനെ പറവൂരിൽ തോൽപ്പിക്കണമെന്ന് പരസ്യമായി പറഞ്ഞു, പക്ഷേ നേരെ തിരിച്ചാണ് ജനങ്ങൾ ചെയ്തത് എന്നാണ് ഇന്നലെ SNDPയുടെ മുൻ പ്രസിഡന്റായ CK വിദ്യാസാഗർ. ആ പുള്ളിക്ക് ഞാൻ അദ്ദേഹം തോൽപ്പിക്കണമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. അതാണ് വിദ്യാസാഗർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാം. ആ സമുദായത്തിൽ ആർക്കും വേണ്ടാത്ത ഒരു ഉച്ചിഷ്ടമാണ് അദ്ദേഹത്തിന്. ഇങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞ് കുറേ കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ ആ തിരിച്ച് പറയിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു 5-ാമത്തെ പ്രവർത്തനം നടത്തുന്ന ഒരു കുഴികാരി കുട്ടിയാണ് വിദ്യാസാഗർ. അദ്ദേഹം ഇങ്ങനെ SNDPക്ക് നശിപ്പിക്കാനും സമുദായത്തെ നശിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്നു. സ്വന്തം നന്നാകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഞങ്ങൾ നന്നാക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും നന്നാകല. എന്ത് ചെയ്യാനൊക്കെ വിമർശിക്കാൻ മാത്രമോ. എനിക്കെതിരായിട്ട് ഉപയോഗിക്കുന്ന ഒരു കോടാലിയായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരാളാണ് വിദ്യാസാഗർ. അദ്ദേഹം നോക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഒരു സ്ഥലത്ത് ചെന്ന് പറഞ്ഞിട്ടില്ല. കഥ ഉണ്ടാക്കുകയല്ലേ ഓരോന്നും. താങ്കൾ പ്രതിപക്ഷ നേതാവിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചപ്പോൾ താങ്കൾക്ക് സമുദായ നേതാക്കൾക്കൊക്കെ തന്നെ ഇത്തരത്തിൽ വിമർശിക്കാൻ അധികാരമുണ്ട്, അങ്ങനെ തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തുമെന്നാണ് പറഞ്ഞത്. അത് നല്ല സതീശന്റെ ഒരു പഴയ നിലപാടിൽ നിന്ന് സതീശൻ മാറി. അതാ നല്ല സ്വഭാവമാറ്റം വളരെ നന്നാകുന്ന ലക്ഷണം കാണുന്നുണ്ട്. കാരണം സ്വയം തെറ്റുകൾ അദ്ദേഹത്തിന് ഇപ്പോൾ മനസ്സിലാകാൻ തുടങ്ങി. അതാരും പറഞ്ഞു മനസ്സിലാക്കാൻ ഇല്ലായിരുന്നു തോന്നുന്നു. പറഞ്ഞാൽ അവൻ്റെ പണി പോക്കാണെന്ന് കണക്കാക്കിക്കൊണ്ട് ആരും പറഞ്ഞില്ല. എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ഒരു പണി ആരും തരാൻ വേണ്ട, എൻ്റെ പണി പോക്കുകയും വേണ്ട. എനിക്ക് പാർലമെന്ററി മോഹമുള്ളതുമല്ല. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അപ്പോൾ അദ്ദേഹത്തിന് നന്നാകട്ടെ. ഇപ്പോൾ പറയാനും പണ്ടാണെങ്കിൽ പറയുന്ന ഭാഷ അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ എനിക്കറിയാലോ, ഞാൻ ഈ പ്രസ്താവന നടത്തിയ സമയത്ത് നിങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ചോദിക്കാനോ നിങ്ങൾ പറയാനോ വേണ്ടി ഞാൻ മീഡിയയുടെ മുമ്പിൽ വന്നില്ല. മീഡിയ എൻ്റെ വന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരങ്ങളാണ്. അത് കേട്ടിട്ട് എത്രയോ കോൺഗ്രസ് നേതാക്കന്മാർ എന്നെ അഭിനന്ദിച്ചുകൊണ്ടും പറഞ്ഞത് മുഴുവൻ ശരിയാണെന്ന് പറഞ്ഞ് മെസ്സേജ് തരികയും പണ്ട് ഇദ്ദേഹം പറഞ്ഞത് സമുദായത്തെപ്പറ്റി പറഞ്ഞ അത് ക്ലിപ്പുകൾ എനിക്ക് അയച്ചു തന്നു. അതായത് ഒരു സമുദായത്തിൻ്റെ മതത്തിൻ്റെ നേതാക്കന്മാരുടെ തിണ്ണനിറങ്ങാൻ പോകത്തില്ലെന്നും ഒക്കെ പറയും. അവിടെയെല്ലാം താക്കോലുണ്ട്, പെട്ടി അവരുടെ കയ്യിലൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് സമുദായ നേതാക്കന്മാരെല്ലാം അദ്ദേഹം പുച്ഛിച്ച് പറഞ്ഞ് അത് കാണിക്കുകയും. എന്നാൽ ഇപ്പോൾ എല്ലാ സമുദായ നേതാക്കന്മാർക്കും വീട്ടിലും അവിടെയെല്ലാം പോകുന്നില്ലേ. അപ്പോൾ അഭിപ്രായ ഇരുമ്പലൊക്കെ അല്ലെന്ന് പറഞ്ഞ് CV കുഞ്ഞിരാമനെ നമുക്ക് അഭിനന്ദിക്കാം. ഈ കോൺഗ്രസ് നേതാക്കളുടെ ഒരു പൊതുവികാരമാണോ താങ്കൾ പറഞ്ഞത്? സ്വാഭാവികമായിട്ടും ആണല്ലോ. കോൺഗ്രസ്സിൽ എത്രയോ ആളുകൾ സഹിക്കുന്നു ഇദ്ദേഹത്തെ. കാരണം ഒരു പ്രതിപക്ഷ നേതാവ് നിലയിലും കോൺഗ്രസ്സിൽ ഒരു അച്ചടക്കം ഉണ്ടെന്ന് കണക്കാക്കിക്കൊണ്ട് സഹിക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്. ആ സഹിച്ച് അവർ നെല്ലിപ്പലക വരെയായി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കുമല്ലോ മീഡിയകൾ എന്തൊക്കെ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒത്തു പറയല്ല, ഉള്ളത് പറയും.
അങ്ങനെ ഉള്ളത് പറഞ്ഞപ്പോൾ നിങ്ങൾക്കെല്ലാം ഒരു സത്യമാണെന്ന് തോന്നിയുകൊണ്ടാണല്ലോ നിങ്ങൾ തന്നെ ഇപ്പോൾ ഒരു വേലി പോലെ എൻ്റെ മുമ്പിൽ നിരന്നിരിക്കുന്നത്.